സംഗീതം ചിലപ്പോൾ ഒരു കടലാണ്, ചിലപ്പോൾ അതൊരു പ്രണയമഴയാണ്. എന്നാൽ 90കളിലെ മലയാളിക്ക് സംഗീതം എന്നത് ഒരു മനുഷ്യന്റെ പേരായിരുന്നു. SP വെങ്കടേഷ്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന് താളം നൽകിയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ വിജയങ്ങൾക്ക് ഈണം പകർന്ന ആ സംഗീത മാന്ത്രികൻ ഇന്ന് നമ്മെ വിട്ടു പോയിരിക്കുന്നു. ഹൃദയഹാരിയായ നൂറുകണക്കിന് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ വലിയ കലാകാരന്റെ ഹൃദയമിടിപ്പ് ഇന്ന് ചെന്നൈയിലെ ഒരു ആശുപത്രി മുറിയിൽ വെച്ച് നിലച്ചിരിക്കുന്നു. 4 പതിറ്റാണ്ടുകൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ തെന്നിന്ത്യൻ ഭാഷകളിലായി അദ്ദേഹം പടർന്നു പന്തലിച്ചു. പശ്ചാത്തല സംഗീതം കൊണ്ട് ഒരു സിനിമയുടെ വികാരം മാറ്റിവരയ്ക്കാൻ കഴിയുമെന്ന് മലയാളിയെ പഠിപ്പിച്ചത് SPV ആയിരുന്നു. നമ്മൾ കിലുക്കത്തിൽ പൊട്ടിച്ചിരിച്ചപ്പോൾ ആ ചിരിക്ക് ഇമ്പം നൽകിയത് അദ്ദേഹമാണ്. ധ്രുവത്തിലെയും കമ്മീഷണറിലെയും ആവേശം നമ്മുടെ ചോരയിൽ കലർത്തിയത് അദ്ദേഹത്തിന്റെ സംഗീതമാണ്. ഒടുവിൽ മണിച്ചിത്രത്താഴിലെ ആ മന്ത്രതുല്യമായ പശ്ചാത്തല സംഗീതം കൊണ്ട് അദ്ദേഹം നമ്മെ ഭയത്തിന്റെ നിഗൂഢതകളിലേക്ക് കൊണ്ടുപോയി. ചെന്നൈയിലെ ഇടുങ്ങിയ തെരുവുകളിൽ നിന്ന് തുടങ്ങി ദക്ഷിണേന്ത്യയുടെ സംഗീത സിംഹാസനം വരെ അദ്ദേഹം എത്തിയതെങ്ങനെ? 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി വയലിനുമായി അലഞ്ഞ ആ ബാലൻ എങ്ങനെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട SPV ആയി മാറി? ആ കഥ നമുക്ക് കേൾക്കാം. സംഗീതം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കുടുംബത്തിലായിരുന്നു SP വെങ്കടേഷിന്റെ ജനനം. പ്രശസ്തനായ ഘടം വിദ്വാൻ പച്ചപ്പയ്യറായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അമ്മയുടെ പേര് പാർവതി. സംഗീതത്തിന്റെ ഈരടികൾ തൊട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ വെങ്കടേഷിന്റെ കാതുകളിൽ പതിച്ചിരുന്നു. അച്ഛൻ ഘടത്തിൽ തീർത്ത താളലയങ്ങൾ കണ്ടാണ് ആ ബാലൻ വളർന്നത്. എന്നാൽ അച്ഛൻ തിരഞ്ഞെടുത്ത താളവാദ്യത്തേക്കാൾ വെങ്കടേഷിനെ ആകർഷിച്ചത് വയലിൻ തന്ത്രികളിൽ നിന്നും ഒഴുകുന്ന സംഗീതമായിരുന്നു. ചെന്നൈയിലെ സാധാരണ ചുറ്റുപാടിലായിരുന്നു കുടുംബമെങ്കിലും മകന്റെ സംഗീത അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കാൻ ആ മാതാപിതാക്കൾ മറന്നില്ല. 10ാം വയസ്സിൽ തന്നെ വെങ്കടേഷ് വയലിൻ അഭ്യസിച്ചു തുടങ്ങി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന കാലം. പഠനത്തേക്കാൾ ഉപരിയായി സംഗീതത്തിലൂടെ കുടുംബത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ആ ചെറിയ പ്രായത്തിൽ തന്നെ വെങ്കടേഷിന്റെ തോളിലായി. 9ാം ക്ലാസ്സിൽ വെച്ച് ഔദ്യോഗിക പഠനം അദ്ദേഹം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. പിന്നീട് പഠിച്ചതെല്ലാം സംഗീതത്തിന്റെ വലിയ സർവകലാശാലയിൽ നിന്നായിരുന്നു. പിതാവിൽ നിന്നും ലഭിച്ച താളബോധവും സ്വയം ആർജിച്ചെടുത്ത വയലിൻ പാഠവുമായി അദ്ദേഹം ചെന്നൈയിലെ സിനിമാ ലോകത്തേക്ക് ഇറങ്ങി. 70കളുടെ അവസാനം കോടമ്പാക്കത്തെ തിരക്കേറിയ റെക്കോർഡിംഗ് മുറികളിൽ വെങ്കടേഷ് എന്ന പേര് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ആ കാലത്താണ് സംഗീത ചക്രവർത്തി ഇളയരാജയുടെ കണ്ണുകൾ ഈ യുവാവിൽ പതിക്കുന്നത്. വെങ്കടേഷിന്റെ വിരലുകളിലെ മാന്ത്രികത തിരിച്ചറിഞ്ഞ രാജ അദ്ദേഹത്തെ തന്റെ കൂടെ കൂട്ടി. ഇളയരാജയുടെ ഏറ്റവും വിശ്വസ്തനായ സഹായിയും കണ്ടക്ടറുമായി അദ്ദേഹം മാറി. പിതാവ് പച്ചപ്പയ്യർ മകന് നൽകിയ ഏറ്റവും വലിയ ഉപദേശം സംഗീതത്തെ ദൈവമായി കാണുക എന്നതായിരുന്നു. ആ ഉപദേശം മുറുകെ പിടിച്ച് ഇളയരാജയുടെ കീഴിൽ ആയിരക്കണക്കിന് പാട്ടുകൾക്ക് വെങ്കടേഷ് താളം നൽകി. തമിഴ് സിനിമയിലെ വിസ്മയങ്ങൾ ഓരോന്നായി പിറക്കുമ്പോൾ ആ സംഗീതത്തിന്റെ കെട്ടുറപ്പിന് പിന്നിൽ വെങ്കടേഷ് എന്ന കണ്ടക്ടറുടെ സൂക്ഷ്മമായ ശ്രദ്ധയുണ്ടായിരുന്നു. എന്നാൽ ഇളയരാജയുടെ നിഴലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവനല്ല താനെന്ന് കാലം കാത്തുവച്ചിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശന്റെ വിളി വന്നതോടെ വെങ്കടേഷിന്റെ ജീവിതം പുതിയൊരു ദിശയിലേക്ക് തിരിഞ്ഞു. കുടുംബത്തിന്റെ പ്രാർത്ഥനയും അച്ഛൻ പകർന്നു നൽകിയ താളവും കൈമുതലാക്കി അദ്ദേഹം മലയാള മണ്ണിലേക്ക് ചുവടുവെച്ചു. ചെന്നൈയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര കേരളത്തിലുടനീളം തിയേറ്ററുകളിൽ വൻ ആരവമായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കേട്ടത് മലയാള സിനിമയുടെ ചരിത്രം മാറ്റിക്കുറിച്ച ഈണങ്ങളായിരുന്നു. മലയാള സിനിമയ്ക്ക് ഒരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. 80കളുടെ പകുതി മുതൽ 90കളുടെ പകുതി വരെ നീണ്ടുനിന്ന ആ വസന്തകാലം. ആ കാലത്തെ ഏറ്റവും വലിയ വിജയ ഫോർമുല ഇതായിരുന്നു: പ്രിയദർശന്റെ സംവിധാനം, മോഹൻലാലിന്റെ അഭിനയം, പിന്നെ പശ്ചാത്തലത്തിൽ SP വെങ്കടേഷിന്റെ സംഗീതം. ഈ 3 പേരും ഒന്നിച്ചാൽ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമെന്ന് ഉറപ്പായിരുന്നു. വെറുമൊരു സംഗീത സംവിധായകൻ എന്നതിലുപരി പ്രിയദർശൻ സിനിമകളുടെ ആത്മാവായി വെങ്കടേഷ് മാറി. നമുക്ക് ചിത്രം എന്ന സിനിമയെക്കുറിച്ച് ഓർത്തു നോക്കാം. ചിരിയുടെ മാലപ്പടക്കം തീർത്ത ആ സിനിമയുടെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ മലയാളിയുടെ കണ്ണു നിറയുന്നുണ്ടെങ്കിൽ അതിനു കാരണം വിഷ്ണു എന്ന കഥാപാത്രത്തിന്റെ നിസ്സഹായത മാത്രമല്ല, ആ രംഗത്തെ വികാരനിർഭരമാക്കിയ SP വെങ്കടേഷിന്റെ പശ്ചാത്തല സംഗീതം കൂടിയാണ്. വയലിൻ തന്ത്രികളിൽ അദ്ദേഹം വിരിയിച്ച ആ തേങ്ങൽ ഓരോ മലയാളിയുടെയും ഹൃദയത്തിലാണ് ചെന്ന് തറച്ചത്. പശ്ചാത്തല സംഗീതം കൊണ്ട് ഒരു നടന്റെ പ്രകടനത്തെ ഇത്രമേൽ ഉയർത്താൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. പിന്നീട് വന്നത് കിലുക്കം.
മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്ന്. ഈ സിനിമയിലെ ഓരോ രംഗത്തിനും ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. നിശ്ചലമായ ഫ്രെയിമുകളിൽ പോലും വെങ്കടേഷിന്റെ സംഗീതം ജീവൻ നിറച്ചു. ഊട്ടിപ്പട്ടണം എന്ന പാട്ടിലൂടെ അദ്ദേഹം മലയാളിയെ നൃത്തം ചെയ്യിച്ചു. കിലുക്കത്തിലെ പശ്ചാത്തല സംഗീതമില്ലാതെ ആ സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. പ്രിയദർശൻ എന്ന ക്ലാസിക് സംവിധായകന് തൻ്റെ വിഷലുകളെ സംഗീതം കൊണ്ട് പൊതിയാൻ ലഭിച്ച ഏറ്റവും മികച്ച ആയുധമായിരുന്നു SP വെങ്കടേഷ്. പ്രിയദർശനും വെങ്കടേഷും തമ്മിലുള്ള ആത്മബന്ധം വളരെ വലുതായിരുന്നു. ചെന്നൈയിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ അവർ മണിക്കൂറുകളോളം ചിലവഴിച്ചു. ഡയലോഗുകളില്ലാത്ത മൗനത്തിന്റെ നിമിഷങ്ങളിൽ പോലും സംഗീതം നിറയ്ക്കണമെന്ന് നിർബന്ധമുള്ള പ്രിയദർശന് വെങ്കടേഷ് ഒരു അത്ഭുതമായിരുന്നു. പ്രിയൻ ആവശ്യപ്പെടുന്നതിനേക്കാൾ മികച്ചത് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മോഹൻലാലിന്റെ കുസൃതികൾക്കും വിരഹത്തിനും പ്രണയത്തിനും ഏറ്റവും അനുയോജ്യമായ സിഗ്നേച്ചർ ട്യൂണുകൾ വെങ്കടേഷ് നൽകിക്കൊണ്ടേയിരുന്നു. മിന്നാരത്തിലെ മെലഡികളും അദ്വൈതത്തിലെ ഗാംഭീര്യവുമെല്ലാം വെങ്കടേഷിന്റെ വൈവിധ്യം വിളിച്ചോതുന്നവയാണ്. പാട്ടുകൾ പാടാൻ യേശുദാസും MG ശ്രീകുമാറും ചിത്രയും മത്സരിക്കുമ്പോൾ ആ പാട്ടുകളുടെ ആകെത്തുകയായി വെങ്കടേഷിന്റെ സംഗീതം മലയാള സിനിമയുടെ സാമ്പത്തിക വിജയങ്ങളെപ്പോലും സ്വാധീനിച്ചു. കോടികൾ വാരുന്ന സിനിമകൾക്ക് പിന്നിൽ നിശബ്ദനായിരുന്ന് ഈണങ്ങൾ നെയ്ത ആ മനുഷ്യൻ മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ വളർച്ചയിൽ വഹിച്ച പങ്ക് ചരിത്രത്തിന്റെ ഭാഗമാണ്. മലയാള സിനിമയിലെ പശ്ചാത്തല സംഗീതം എന്ന് കേൾക്കുമ്പോൾ ഇന്നും ഏതൊരു സിനിമാ പ്രേമിയുടെയും ഉള്ളിൽ ആദ്യം ഓടിയെത്തുന്നത് SP വെങ്കടേഷ് തീർത്ത ആ പോരാട്ട വീര്യമാണ്. 90കളുടെ തുടക്കത്തിൽ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ സഖ്യം മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ ആ വെടിയുണ്ടകൾക്കും തീപ്പൊരി ഡയലോഗുകൾക്കും പിന്നിൽ ആവേശത്തിന്റെ കരിമരുന്ന് നിറച്ചത് മറ്റാരുമല്ല, നമ്മുടെ SP വെങ്കടേഷ് ആയിരുന്നു. ജോഷി സംവിധാനം ചെയ്ത ധ്രുവം ഒന്ന് ഓർത്തു നോക്കൂ. മമ്മൂട്ടിയുടെ നരസിംഹ പന്നാടിയാർ എന്ന കഥാപാത്രം സ്ക്രീനിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ സിരകളിൽ രക്തം തിളയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം വെങ്കടേഷ് മാസ്റ്റർ ഒരുക്കിയ ആ ഐതിഹാസികമായ വയലിൻ BGM ആണ്. ആക്ഷൻ സിനിമകളിൽ പശ്ചാത്തല സംഗീതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വെങ്കടേഷ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. വയലിൻ എന്ന ഉപകരണം കൊണ്ട് പ്രണയം മാത്രമല്ല, രൗദ്രവും പകയും വിരിയിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. പിന്നീട് വന്നത് സുരേഷ് ഗോപി എന്ന ആക്ഷൻ സൂപ്പർ താരത്തിന്റെ ഉദയമായിരുന്നു. ഏകലവ്യൻ, കമ്മീഷണറിലെ ഭരത്ചന്ദ്രൻ IPS സ്ക്രീനിൽ ആഞ്ഞടിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ മുഴങ്ങിയ ആ വന്യമായ താളം മലയാള സിനിമയ്ക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഷാജി കൈലാസിന്റെ വേഗതയുള്ള ഷോട്ടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ സംഗീതത്തിന്റെ ഗ്രാഫ് ഉയർത്താനും താഴ്ത്താനും വെങ്കടേഷിന് പ്രത്യേകമായൊരു സിദ്ധി തന്നെ ഉണ്ടായിരുന്നു. വെങ്കടേഷിന്റെ BGM ഇല്ലാത്ത ഒരു സുരേഷ് ഗോപി ചിത്രം ആ കാലത്ത് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. റെക്കോർഡിങ്ങിന്റെ കാര്യത്തിൽ വെങ്കടേഷ് ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ഓരോ സിനിമയ്ക്കും ഓരോ സൗണ്ട് സിഗ്നേച്ചർ അദ്ദേഹം നൽകി. തെന്നിന്ത്യൻ സിനിമയിൽ AR റഹ്മാൻ തന്റെ സാങ്കേതിക വിദ്യ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നതിന് മുൻപേ ലിമിറ്റഡായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഹൈ വോൾട്ടേജ് എഫക്റ്റ് നൽകാമെന്ന് വെങ്കടേഷ് കാണിച്ചു തന്നു. ലേലത്തിലെയും പത്രത്തിലെയും മാസ് സീനുകൾക്ക് അദ്ദേഹം നൽകിയ എനർജി ഇന്നും ഡബ് സ്മാഷുകളിലും ഇൻസ്റ്റഗ്രാം റീലുകളിലും നിറഞ്ഞു നിൽക്കുന്നു. മാസ് പടങ്ങൾക്ക് മാത്രമല്ല, വിനയന്റെ ആകാശദൂത് പോലുള്ള കരളലിയിക്കുന്ന സിനിമകൾക്കും അദ്ദേഹം നൽകിയ BGM മലയാളി മറക്കില്ല. ആക്ഷനിൽ നിന്നും കണ്ണീരിലേക്ക്, പ്രണയത്തിൽ നിന്നും പകയിലേക്ക് വെങ്കടേഷിന്റെ സംഗീതത്തിന് പരിധികളില്ലായിരുന്നു. ഒരു ജനതയുടെ സിനിമ ആസ്വാദനത്തെ മാറ്റിമറിച്ച ആ സംഗീത വിപ്ലവത്തിന് പിന്നിൽ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ രാപ്പകൽ പണിയെടുത്ത ആ കലാകാരന്റെ വിയർപ്പുണ്ടായിരുന്നു. 1993 മലയാള സിനിമയുടെ വിധി മാറ്റിക്കുറിച്ച വർഷം. ഫാസിൽ എന്ന സംവിധായകൻ മണിച്ചിത്രത്താഴ് എന്ന വിസ്മയമൊരുക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ വലിയൊരു ഭയം പ്രേക്ഷകന്റെ ഉള്ളിൽ നിറയ്ക്കണം. പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ MG രാധാകൃഷ്ണൻ എത്തിയെങ്കിലും ആ സിനിമയുടെ ആത്മാവാകേണ്ട പശ്ചാത്തല സംഗീതം ചെയ്യാൻ ഫാസിലിന് ഒരാളിൽ മാത്രമേ വിശ്വാസമുണ്ടായിരുന്നുള്ളൂ. അത് SP വെങ്കടേഷ് ആയിരുന്നു. മണിച്ചിത്രത്താഴിന്റെ വിജയം അതിന്റെ BGMനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. കാരണം ആ തറവാടിനുള്ളിൽ നാഗവല്ലി എന്നൊരു പ്രേതമുണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചത് സ്ക്രീനിലെ കാഴ്ചകളല്ല, മറിച്ച് വെങ്കടേഷ് മാസ്റ്റർ ഒരുക്കിയ ആ മന്ത്രതുല്യമായ ശബ്ദങ്ങളാണ്. ഒരു ചിലങ്കയുടെ ശബ്ദം കൊണ്ട്, ഒരു കാറ്റിന്റെ മർമ്മരം കൊണ്ട് അദ്ദേഹം പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തി. വയലിൻ തന്ത്രികളിൽ നിന്നും അദ്ദേഹം പുറപ്പെടുവിച്ച ആ നിഗൂഢത ഇന്നും നമ്മുടെ ഉറക്കം കെടുത്താൻ പോന്നതാണ്. ഗംഗ നാഗവല്ലിയായി മാറുന്ന നിമിഷം,
ആ വേഷപ്പകർച്ചയുടെ തീവ്രത ഇരട്ടിയാക്കിയത് വെങ്കടേഷിന്റെ സംഗീതമാണ്. നാഗവല്ലിയുടെ പകയും വേദനയും പ്രണയവും ആ സംഗീതത്തിലൂടെ നമ്മൾ അനുഭവിച്ചു. പശ്ചാത്തല സംഗീതം എന്നത് വെറുമൊരു ശബ്ദമല്ല, മറിച്ച് സിനിമയിലെ ഒരു അദൃശ്യ കഥാപാത്രമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. പിൽക്കാലത്ത് ഇന്ത്യയിലെ പല ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടപ്പോഴും പല സംവിധായകരും വെങ്കടേഷ് മാസ്റ്റർ ഒരുക്കിയ ആ ഒറിജിനൽ BGMന്റെ നിഴൽ പോലും തൊടാൻ കഷ്ടപ്പെടുകയായിരുന്നു. രസകരമായ ഒരു വസ്തുതയുണ്ട്. മണിച്ചിത്രത്താഴിലെ പാട്ടുകൾ ക്ലാസിക്കൽ സംഗീതത്തിൽ അധിഷ്ഠിതമായിരുന്നപ്പോൾ പശ്ചാത്തല സംഗീതത്തിൽ വെങ്കടേഷ് കൊണ്ടുവന്നത് ഹോളിവുഡ് നിലവാരമുള്ള ഓർക്കസ്ട്രേഷൻ ആയിരുന്നു. ശാസ്ത്രീയ സംഗീതത്തെയും പാശ്ചാത്യ ശൈലിയെയും ഇത്രത്തോളം മനോഹരമായി മറ്റാരും കൂട്ടിയിണക്കിയിട്ടില്ല. ഇന്നും ആ തറവാടിന്റെ പൂമുഖത്ത് നാഗവല്ലിയുടെ പാദസരക്കിലുക്കം കേൾക്കുന്നുണ്ടെങ്കിൽ അത് SP വെങ്കടേഷ് എന്ന സംഗീത മാന്ത്രികൻ നമുക്ക് നൽകിയ അനശ്വരമായ ഒരു അനുഭവമാണ്. ഒരു വലിയ വിജയത്തിന്റെ പകുതി ക്രെഡിറ്റും തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് വെങ്കടേഷ് മാസ്റ്റർ ഒരിക്കലും അവകാശപ്പെട്ടില്ല. ആ ലാളിത്യം തന്നെയാണ് അദ്ദേഹത്തെ വലിയൊരു കലാകാരനാക്കുന്നത്. മണിച്ചിത്രത്താഴ് ഒരു സിനിമ എന്നതിലുപരി ഒരു വികാരമായി മാറിയതിൽ ആ വിരലുകൾക്ക് വലിയ പങ്കുണ്ട്. SP വെങ്കടേഷ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം മുഴങ്ങുക ആക്ഷൻ സിനിമകളിലെ ഗാംഭീര്യമുള്ള BGM ആയിരിക്കാം. എന്നാൽ ആ പരുക്കൻ ശബ്ദങ്ങൾക്കപ്പുറം പ്രണയത്തിന്റെ മഞ്ഞുതുള്ളി പോലെ കുളിർമയുള്ള നൂറുകണക്കിന് മെലഡികൾ ആ മനസ്സിൽ വിരിഞ്ഞിരുന്നു. പശ്ചാത്തല സംഗീതത്തിൽ അദ്ദേഹം ഒരു സിംഹമായിരുന്നെങ്കിൽ പാട്ടുകളിൽ അദ്ദേഹം ഒരു വസന്തമായിരുന്നു. മലയാളിയുടെ ഗൃഹാതൃത്വത്തിലേക്ക് അദ്ദേഹം പെയ്തിറങ്ങിയത് അത്രമേൽ മനോഹരമായ ഈണങ്ങളിലൂടെയാണ്. SPB എന്ന സംഗീതജ്ഞന്റെ റേഞ്ച് മനസ്സിലാക്കാൻ ഊട്ടിപ്പട്ടണം എന്ന പാട്ടിലെ തുള്ളിച്ചാടുന്ന ആ താളമിന്നും മലയാളിയെ നൃത്തം ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ കുസൃതിയും കുളിർമയും നിറഞ്ഞ മറ്റൊരു വിസ്മയമായിരുന്നു കിലുകിൽ പമ്പരം എന്ന ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് വെങ്കടേഷ് നൽകിയ ഈണം ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ നമ്മുടെ ഉള്ളിലേക്ക് പടർന്നു കയറി. SP വെങ്കടേഷിന്റെ സംഗീതം വരികൾക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാതെ വരികളെ താലോലിക്കുന്ന ശൈലിയായിരുന്നു. കിലുക്കത്തിലെ പാട്ടുകൾ മാത്രം മതി ആക്ഷൻ സിനിമകൾക്ക് എങ്ങനെ മനോഹരമായ മെലഡികൾ നൽകാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നത് ധ്രുവം എന്ന സിനിമയിലൂടെയാണ്. തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ എന്ന ഗാനത്തിലെ ആ പഴയകാല സുഗന്ധമുള്ള ഈണം ഇന്നും മലയാളിയുടെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രണയത്തിന്റെ ഈണമായി മാറിയ തുമ്പിപ്പെണ്ണേ വാവ തുമ്പച്ചോട്ടിൽ വാവ എന്ന പ്രണയഗാനം വെങ്കടേഷിന്റെ വയലിൻ തന്ത്രികൾ എത്ര മൃദുവായും വികാര നിർഭരമായും സംസാരിക്കുമെന്ന് ഈ പാട്ടുകൾ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ജോണി വാക്കറിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം വെസ്റ്റേൺ ഓർക്കസ്ട്രേഷനെ ഇത്രത്തോളം മനോഹരമായി മലയാളീകരിക്കാൻ വെങ്കടേഷിനോളം മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് പാട്ടുകൾ, ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തം. SP വെങ്കടേഷ് എന്ന പേര് മലയാള സിനിമയുടെ സംഗീത പുസ്തകത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടത് ഈ അനശ്വരമായ മെലഡികളിലൂടെയാണ്. ദക്ഷിണേന്ത്യയിലെ മികച്ച ഗായകരെല്ലാം വെങ്കടേഷിന്റെ ഈണങ്ങൾക്ക് വേണ്ടി മത്സരിച്ചു. MG ശ്രീകുമാറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പാട്ടുകളിൽ പലതും പിറന്നത് വെങ്കടേഷിന്റെ കീഴിലാണ്. യേശുദാസിന്റെ ഗാംഭീര്യവും ചിത്രയുടെ മാധുര്യവും അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ വിനിയോഗിച്ചു. വെങ്കടേഷിന്റെ സംഗീതമില്ലാതെ മലയാളിയുടെ 90കളിലെ സംഗീത ഓർമ്മകൾ പൂർണ്ണമാകില്ല. നൂറുകണക്കിന് ഹിറ്റ് സിനിമകൾ, 1000-ലധികം അനശ്വര ഗാനങ്ങൾ, ദക്ഷിണേന്ത്യയിലെ വലിയ സൂപ്പർ താരങ്ങൾ സ്ക്രീനിൽ ആടിത്തിമർത്തത് അദ്ദേഹത്തിന്റെ താളത്തിനൊപ്പമായിരുന്നു. എന്നാൽ ഇത്രയേറെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും SP വെങ്കടേഷ് എന്ന മനുഷ്യൻ ഒരു പച്ചയായ മനുഷ്യനായി ജീവിച്ചു. ചെന്നൈയിലെ കോടമ്പക്കത്ത് ഒരു സാധാരണക്കാരനെ പോലെ നടന്നുപോയ ആ മനുഷ്യനെ കണ്ടാൽ മലയാള സിനിമയുടെ ചരിത്രം മാറ്റിവരച്ച സംഗീത മാന്ത്രികനാണ് ഇതെന്ന് ആരും പറയില്ലായിരുന്നു. സിനിമയിൽ അദ്ദേഹത്തിന് ശത്രുക്കളില്ലായിരുന്നു. പ്രിയദർശനും ഷാജി കൈലാസും ജോഷിയും വിനയനുമെല്ലാം വെങ്കടേഷിനെ വിളിച്ചത് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിലല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിലെ ഒരാളെന്ന നിലയിലായിരുന്നു. വെങ്കി എന്ന സ്നേഹത്തോടെ അവർ അദ്ദേഹത്തെ വിളിച്ചു. സംവിധായകന്റെ മനസ്സറിയുന്ന കലാകാരനായിരുന്നു അദ്ദേഹം. തർക്കങ്ങളോ പരിഭവങ്ങളോ ഇല്ലാതെ അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ചത് നൽകാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു. ബിസിനസ് താല്പര്യങ്ങളെക്കാൾ സൗഹൃദങ്ങൾക്ക് അദ്ദേഹം വില നൽകി. യേശുദാസും ചിത്രയും SP ബാലസുബ്രഹ്മണ്യവും മുതൽ പുതിയ തലമുറയിലെ ഗായകർ വരെ അദ്ദേഹത്തെ ഒരേപോലെ ബഹുമാനിച്ചു. റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ അദ്ദേഹം ഒരു ഏകാധിപതി ആയിരുന്നില്ല.
സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. ഇത്രയേറെ സിനിമകൾ ചെയ്തിട്ടും താൻ വലിയൊരു സംഭവമാണെന്ന ഭാവം അദ്ദേഹത്തിൽ ആരും കണ്ടില്ല. ആ വിനയം തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിനും ഇത്രമേൽ പരിശുദ്ധി നൽകിയത്. കാലം മാറിയപ്പോൾ സിനിമയുടെ താളവും മാറി. 2000ത്തിന്റെ തുടക്കത്തോടെ മലയാള സിനിമയിൽ പുതിയ സംഗീത സംവിധായകരും പുതിയ പരീക്ഷണങ്ങളും വന്നപ്പോൾ SP വെങ്കടേഷ് എന്ന വലിയ പേര് സാവധാനം പിന്നിലേക്ക് മാറി. ഒരു കാലത്ത് മാസത്തിൽ 30 ദിവസവും തിരക്കിലായിരുന്ന ആ മനുഷ്യൻ പിന്നീട് മാസങ്ങളോളം അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ആ സമയത്തും അദ്ദേഹം ആരോടും പരാതി പറഞ്ഞില്ല. സിനിമ തന്നെ മറന്നെന്നോ പഴയ സൗഹൃദങ്ങൾ കൈവിട്ടെന്നോ അദ്ദേഹം പരിഭവിച്ചില്ല. അവസരങ്ങൾ കുറഞ്ഞപ്പോഴും അദ്ദേഹം തന്റെ വയലിനെ കൈവിട്ടില്ല. സംഗീതമായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. തിരക്കില്ലാത്ത ദിവസങ്ങളിൽ അദ്ദേഹം കൂടുതൽ സമയം സംഗീത പഠനത്തിനായി ചിലവഴിച്ചു. സിനിമ എന്നത് ഒരു മായക്കാഴ്ചയാണ്. അത് വരുമ്പോൾ വരും, പോകുമ്പോൾ പോകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. പ്രതിസന്ധികളിൽ തളരാത്ത ആ മനക്കരുത്ത് അദ്ദേഹത്തിന് നൽകിയത് അച്ഛൻ പകർന്നു നൽകിയ സംഗീതത്തിന്റെ വലിയ കരുത്തായിരുന്നു. പ്രതാപകാലത്തും നിശബ്ദതയുടെ കാലത്തും അദ്ദേഹം ഒരേപോലെ ചിരിച്ചു. സിനിമയുടെ ചടുലമായ താളങ്ങൾക്കും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലെ തിരക്കുകൾക്കും അപ്പുറം വെങ്കടേഷ് എന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയത് തന്റെ കൊച്ചു കുടുംബത്തിനൊപ്പമായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം ഒരു മികച്ച കുടുംബനാഥനായിരുന്നു. ചെന്നൈയിലെ തന്റെ വസതിയിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അമ്മ പാർവതിയുടെയും അച്ഛൻ പച്ചപ്പയ്യരുടെയും അനുഗ്രഹത്തോടെ സംഗീത ലോകത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം തന്റെ കുടുംബജീവിതത്തിനും വലിയ പ്രാധാന്യം നൽകി. വെങ്കടേഷിന്റെ മകൻ ഗോപാൽ വെങ്കടേഷ് ഇന്ന് തന്റെ പിതാവിന്റെ സംഗീത പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു. അച്ഛൻ പകർന്നു നൽകിയ ഈണങ്ങളുടെയും ലാളിത്യത്തിന്റെയും പാഠങ്ങളാണ് ഗോപാലിന്റെയും കരുത്ത്. തന്റെ മകന് ഒരു അച്ഛൻ എന്നതിലുപരി മികച്ചൊരു ഗുരുവായിരുന്നു വെങ്കടേഷ്. സിനിമാ തിരക്കുകൾക്കിടയിലും മകന്റെ വളർച്ചയിലും അവന്റെ സംഗീത അഭിരുചികളിലും അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. ദിവസവും മണിക്കൂറുകളോളം അദ്ദേഹം തന്റെ വയലിനുമായി സമയം ചിലവഴിച്ചു. സംഗീതം അദ്ദേഹത്തിന് കേവലം ഒരു തൊഴിലായിരുന്നില്ല, മറിച്ച് അതൊരു പ്രാർത്ഥനയായിരുന്നു. ഈശ്വരവിശ്വാസിയും ആചാരങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം. ചെന്നൈയിലെ തന്റെ വസതിയിൽ പുതിയ ഈണങ്ങൾ തേടുമ്പോഴും തന്റെ വേരുകളെ മറക്കാത്ത ആ സംസ്കാരം അദ്ദേഹം എപ്പോഴും കാത്തുസൂക്ഷിച്ചു. വിദേശയാത്രകൾക്കോ വലിയ ആഘോഷങ്ങൾക്കോ പോകുന്നതിനേക്കാൾ കുടുംബത്തിനൊപ്പം ശാന്തമായി ഇരിക്കാനായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. സിനിമാ ലോകത്തെ മത്സരങ്ങൾക്കോ വിവാദങ്ങൾക്കോ അദ്ദേഹം ഒരിക്കലും ഇടം നൽകിയില്ല. തന്റെ വിജയങ്ങളെക്കുറിച്ച് അദ്ദേഹം അധികം സംസാരിച്ചില്ല, പരാജയങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടതുമില്ല. ലളിതമായ വേഷധാരണവും മിതമായ സംസാരവും വെങ്കടേഷിന്റെ മുഖമുദ്രയായിരുന്നു. വീട്ടിലെത്തുന്ന അതിഥികൾക്ക് സൽക്കാരം നൽകുന്നതിലും അവർക്ക് പ്രിയപ്പെട്ടത് കരുതി വയ്ക്കുന്നതിലും അദ്ദേഹം വലിയ സന്തോഷം കണ്ടെത്തി. ആ വലിയ കലാകാരന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് വിജയം എത്ര വലുതായാലും വിനയം കൈവിടരുത് എന്ന വലിയ സത്യമാണ്. സംഗീതം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. തിരശീലയ്ക്ക് പിന്നിൽ നിശബ്ദനായിരുന്ന് ലോകത്തെ മുഴുവൻ സംഗീതം കൊണ്ട് വിസ്മയിപ്പിച്ച ഈ മനുഷ്യൻ തന്റെ മകനു മുൻപിലും കുടുംബത്തിനു മുൻപിലും എന്നും സ്നേഹനിധിയായ ആ പഴയ വെങ്കടേഷ് മാത്രമായിരുന്നു. വിയോഗത്തിന്റെ ഈ വേളയിൽ ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം ചേരാൻ മാത്രമേ നമുക്ക് കഴിയൂ. വിധി ചിലപ്പോഴൊക്കെ അത്രമേൽ ക്രൂരമാകാറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയമിടിപ്പിന് താളം നൽകിയ ഒരു കലാകാരന്റെ ഹൃദയം നിശ്ചലമാകുന്നു എന്ന വാർത്ത കേൾക്കാൻ ആരും ആഗ്രഹിച്ചിരുന്നില്ല. 2026 ഫെബ്രുവരിയിലെ ആ കറുത്ത ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആ വാർത്ത പുറത്തു വന്നു. മലയാള സിനിമയുടെ പ്രിയപ്പെട്ട SP വെങ്കടേഷ് ഇനി ഓർമ്മ. ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തിയ മരണം ആ സംഗീത മാന്ത്രികനെ നമ്മിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നെങ്കിലും അദ്ദേഹം സംഗീതത്തിൽ സജീവമായിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം അദ്ദേഹത്തെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു കാലഘട്ടം മുഴുവൻ വെള്ളിത്തിരയിൽ വസന്തം തീർത്ത ആ വിരലുകൾ ചലനമറ്റ് കിടക്കുന്നത് വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ആരാധകർക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മകൻ ഗോപാൽ വെങ്കടേഷിനും കുടുംബത്തിനും അതൊരു ഇടുത്തിയായിരുന്നു. തന്റെ ഗുരുവും വഴികാട്ടിയുമായിരുന്ന പിതാവിന്റെ വിയോഗം ആ മകനെ എത്രത്തോളം തളർത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ.
ചെന്നൈയിലെ ആശുപത്രി പരിസരത്തേക്ക് മലയാളം തമിഴ് സിനിമകളിലെ പ്രമുഖർ ഓരോരുത്തരായി ഒഴുകിയെത്തി. മോഹൻലാലും പ്രിയദർശനും ഷാജി കൈലാസുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട വെങ്കിയുടെ വിയോഗത്തിൽ തകർന്നുപോയി. ഒരു കലാകാരൻ എന്നതിലുപരി അവർക്കെല്ലാം അദ്ദേഹം ഒരു സഹോദരനായിരുന്നു. ആ പഴയ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലെ ചിരിയും തമാശകളും ഇനി ഓർമ്മകളായി മാത്രം ശേഷിക്കും. മരണത്തിന് അദ്ദേഹത്തിന്റെ ശരീരത്തെ കൊണ്ടുപോകാമായിരിക്കും, പക്ഷേ അദ്ദേഹം നീട്ടിവെച്ച ആ വയലിൻ തന്ത്രികളിലെ ഈണം ഇന്നും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. മണിച്ചിത്രത്താഴിലെ ആ നിഗൂഢതയും ധ്രുവത്തിലെ ആവേശവും കിലുക്കത്തിലെ വിരഹവും നമുക്ക് സമ്മാനിച്ച ആ വലിയ മനസ്സ് ഇനി ശാന്തമായി ഉറങ്ങട്ടെ. ഒരു ആയുസ് മുഴുവൻ സംഗീതത്തിനായി ഉഴിഞ്ഞുവെച്ച ആ മനുഷ്യൻ മടങ്ങുന്നത് സംഗീത ലോകത്ത് നികത്താനാവാത്ത ഒരു വലിയ ശൂന്യത ബാക്കി വെച്ചുകൊണ്ടാണ്. ചെന്നൈയിലെ ആ ചെറിയ വീട്ടിൽ നിന്നും ലോകത്തെ വിസ്മയിപ്പിച്ച ആ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ഓരോ മലയാളി കേൾക്കുന്ന പാട്ടുകളിലും പശ്ചാത്തല സംഗീതത്തിലും വെങ്കടേഷ് എന്ന പേര് അനശ്വരമായി ജീവിക്കും. വിടവാങ്ങൽ എന്ന വാക്ക് അദ്ദേഹത്തിന് ചേരില്ല. കാരണം സംഗീതമുള്ളിടത്തോളം കാലം SP വെങ്കടേഷ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പ്രിയപ്പെട്ട മാസ്റ്റർക്ക് മലയാള സിനിമയുടെ കണ്ണീരോടെയുള്ള പ്രണാമം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.